ഇവിടെ നിന്ന് നമ്മുടെ കുട്ടികളെ നമ്മൾ വിടുമ്പോൾ ആ വിടുന്ന രാജ്യത്ത് ഈ പ്രശ്നങ്ങൾ, ആ വിടുന്ന സ്ഥലത്ത് ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടോ എന്ന് ചിന്തിക്കണം. ഇപ്പൊ നിങ്ങൾ പറയണോ ഈ നിങ്ങൾ പറഞ്ഞു വരുന്ന രീതിയിലാണ് എങ്ങും പോകാൻ പാടില്ല എന്നാണോ? അല്ല, 100% അല്ല. US തന്നെ നിങ്ങൾക്ക് പോകാൻ പറ്റിയ സ്ഥലങ്ങളുണ്ട്, ഇച്ചിരി കൂടെ സേഫ് ആയിട്ടുള്ള, ഇച്ചിരി കൂടെ ചെലവ് കുറഞ്ഞിട്ടുള്ള സ്ഥലങ്ങളുണ്ട്. ഇവിടെ നിൽക്കുന്നവരെ സംബന്ധിച്ച് പട്ടിണിയും കിടക്കണ്ട, നാട്ടിലെ ലോണും അടയ്ക്കാൻ പറ്റും. അപ്പൊ ആദ്യത്തെ നിങ്ങളുടെ ഉത്തരവാദിത്തം നിർവഹിക്കാം. ഇവിടെ നിന്ന് പോകുന്നതിൽ മെജോറിറ്റിയും അവിടെ പഠിച്ചു പോകുന്ന ആളുകളാണ് രക്ഷപ്പെടുന്നത്. അവർക്കാണ് കുറച്ചുകൂടെ വാല്യൂ. ഇവിടെ നിന്ന് പോകുന്ന കുട്ടികളുടെ മെഡിക്കലൊക്കെ എങ്ങനെയായിരിക്കും? അപ്പം അവർക്ക് ഇൻഷുറൻസ് ഉണ്ടോ? ഇല്ല, ഇൻഷുറൻസ് എടുക്കണം. അത് ഓരോ രാജ്യത്തിനനുസരിച്ചാണ്. ഇപ്പൊ നമ്മൾ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക എന്ന് പറയുമ്പോൾ അവിടെ മെഡിക്കൽ ഇല്ല, ഇൻഷുറൻസ് തന്നെ എടുക്കണം. കാനഡയിൽ ഫ്രീ മെഡിക്കൽ എന്ന് പറയാം പേരിന്, ബട്ട് അങ്ങനെയാണ് സിസ്റ്റം. ഇവിടുന്ന് പോകുന്ന സ്റ്റുഡൻസിനെ PR കിട്ടാൻ എത്ര വർഷം എടുക്കും? ഇപ്പോൾ US നമ്മൾ ഗ്രീൻ കാർഡാണ് നോക്കുന്നത്. എഗെയിൻ ടാലൻറ്റഡ് ആണ്, നിങ്ങളുടെ ഫീൽഡിൽ നിങ്ങൾ സൂപ്പർബ് ആണ് എങ്കിൽ ഒരു 3-4 വർഷം കൊണ്ട് തന്നെ കിട്ടും. കാരണം എന്ന് പറഞ്ഞാൽ എക്സെപ്ഷണൽ ടാലൻറ്റ് എന്ന് പറഞ്ഞുള്ള ക്രൈറ്റീരിയസ് ഉണ്ട്, മാസ്റ്റർ റിസർച്ചേഴ്സ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ക്രൈറ്റീരിയസ് ഉണ്ട്. എൻ്റെ ഒരു സുഹൃത്തിന്, എൻ്റെ കൂടെ PhD ഞാൻ ചെയ്ത സമയത്ത് ജൂനിയറായിരുന്ന പയ്യൻ ഇപ്പോൾ PhD കഴിഞ്ഞ് അവിടെ കയറി. പറയുമ്പോൾ 5 പബ്ലിക്കേഷനേ ഉള്ളൂ, റൈറ്റ്? നമ്മുടെ നെയ്ബറിങ് കൺട്രിയിൽ നിന്നുള്ള പയ്യനാണ്, ബട്ട് അദ്ദേഹത്തിന് വരെ അവിടെ കിട്ടി ഗ്രീൻ കാർഡ്. അപ്പോൾ നമ്മുടെ ഇന്ത്യക്കാർ പലരും വെളിയിൽ പഠിക്കുന്നവർക്ക് 8, 10, 15 പബ്ലിക്കേഷൻ ഉണ്ട് ഒരു PhD കഴിയുമ്പോൾ. അവർക്കൊക്കെ വളരെ എളുപ്പം കിട്ടും. ബട്ട് ചോദ്യം, ഇത് കിട്ടിയിട്ട് എന്തിനാ? ഈ ജീവിത ചെലവാണ് ആ ശമ്പളത്തിലെങ്കിൽ അത് കിട്ടിയിട്ട് എന്തിനാ? ഒരു പ്രയോജനമില്ല. ഇല്ല, അതാണ് ആ വ്യത്യാസം. ഡോക്ടർ ഡാനിയൽ വെളി രാജ്യങ്ങളൊക്കെ ആയിരുന്നല്ലോ, എന്തുകൊണ്ടാണ് ഇവിടെ തിരിച്ചു വന്ന് ഇവിടെ സെറ്റിൽ ആകാനുള്ള കാരണം എന്താണ്? പല കാരണങ്ങളുണ്ട്. അതിൽ ഏറ്റവും വലുത് കൾച്ചറാണ് എന്നെ സംബന്ധിച്ച്. 2 സേഫ്റ്റിയാണ്. ഇതെല്ലാം വളരെ വലിയൊരു പ്രശ്നമാണ്. പിന്നെ ടാക്സേഷൻ എന്ന് പറയുന്നത് അതിലും വലിയൊരു ഇഷ്യൂ ആണ്. അപ്പോൾ നമ്മളിപ്പോൾ നോക്കുമ്പോൾ, ഇപ്പോൾ നമ്മൾ പറഞ്ഞു കാലിഫോർണിയയിൽ അത്രയും ഉണ്ട്, ബുദ്ധിമുട്ടാന്ന് പറഞ്ഞു. അതേപോലെ നമ്മളിവിടെ ടെക്സസിൽ നോക്കുകയാണെങ്കിൽ അതേ ഏജ് ഗ്രൂപ്പിന് ഇവിടെ ശമ്പളം കുറവാണ്. അപ്പോൾ നമ്മൾ അത് ചിന്തിക്കും, ഓക്കെ വെളിയിലൊക്കെ നല്ല ശമ്പളമല്ലേ, പിന്നെ എന്തിനാ ഇന്ത്യയിൽ തിരിച്ചു വരുന്നത്? ഇവിടെ കമ്പാരിറ്റീവ്ലി ശമ്പളം കുറവാണെങ്കിലും നമ്മുടെ ജീവിത ചെലവ് വളരെ കുറവാണ്. ടാക്സ് അവരെ കമ്പയർ ചെയ്യുമ്പോൾ വളരെ കുറവാണ്. അപ്പം ഇങ്ങോട്ട് മൂവ് ചെയ്യുമ്പോൾ കൾച്ചറലി നമുക്ക് കിട്ടുന്ന ഒരു എൻറിച്ച്മെന്റ് എന്ന് പറയുന്നത് വളരെ വ്യത്യാസമുള്ളതാണ്. അപ്പോൾ അതിനൊരു എക്സാമ്പിളായിട്ട് ഞാൻ നിങ്ങളുടെ സ്ക്രീനിൽ ഒരു സാധനം കാണിക്കാം. ഇത് അവിടുത്തെ കൾച്ചറിന്റെ ഭാഗമാണ്. എന്ന് വെച്ചാൽ ഹോംലെസ്നെസ് ഇപ്പോൾ അവിടെ കോമൺ ആണ്, വളരെ നോർമലാണ്. കാലിഫോർണിയയിലൊന്നും പറയേ വേണ്ട. എന്ന് വെച്ചാൽ അതിന് ഉദാഹരണമാണ് നിങ്ങളുടെ ഫ്രണ്ടിൽ കാണുന്നത്. കാലിഫോർണിയൻ ഗവൺമെന്റ് ഇത്ര വെച്ച് അവർക്ക് കൊടുക്കുന്നു എന്നുള്ളത്. അത്രയും ആളുകൾ ഉള്ളതുകൊണ്ടാണ് അത്രയും കൊടുക്കുന്നത്. ഇനി അത്രയും ആളുകളുണ്ട് അങ്ങനെ എന്നുള്ളത് കൊണ്ടാണ് സേഫ്റ്റിക്ക് പ്രശ്നം വരുന്നത്. ആ ഒരൊറ്റ ചാർട്ടിൽ നിങ്ങൾക്കുള്ള സകല മറുപടിയും ഉണ്ട്. സേഫ്റ്റി ഇല്ല. കുടുംബവും കുട്ടികളുമായിട്ട് ജീവിക്കാൻ ഉദ്ദേശിക്കുന്ന ആളുകൾക്ക് ചില സ്ഥലങ്ങളിൽ ജീവിക്കാൻ ബുദ്ധിമുട്ടാണ്. ഇത് കാണുന്ന പ്രേക്ഷകർ ഒരു ചോദ്യം ചോദിച്ചാൽ, ഇവിടെ അതിന് സേഫ്റ്റി കൂടുതലാണോ ഇന്ത്യയിലെന്ന് ചോദിച്ചാൽ അതിന് മറുപടി ഉണ്ട്. അതായത് ഇപ്പോൾ പല ആളുകളും പറയുന്ന ഒരു ഇതാണ് പ്രശ്നം എന്ന് പറഞ്ഞാൽ, അവർ കണക്കിലെ കളികളെ നോക്കുന്നില്ല. നമുക്ക് 1.4 ബില്യൺ പോപ്പുലേഷൻ ഉണ്ട്. ഈ 1.4 ബില്യൺ പോപ്പുലേഷനിലായിരിക്കാം ഡെയിലി 1000 കൊലപാതകം. ഓക്കെ, അതായത് പെർ ക്യാപിറ്റ എന്ന് പറയും. അത് നോക്കി ഇന്ത്യയിൽ വളരെ കുറവാണ്. അവർക്ക് വളരെ കുറച്ച് പോപ്പുലേഷനേ ഉള്ളൂ. പെർസെൻറ്റേജ് വൈസ് നോക്കുകയാണെങ്കിൽ അവർക്ക് ഇപ്പോൾ കാനഡയിലൊക്കെ നമ്മളെക്കാൾ കൂടുതൽ കൊലപാതകമാണ്, ഹോമിസൈഡ്സ് വളരെ കൂടുതലാണ്. ആ റേറ്റ് നോക്കിയാൽ നമ്മൾ ഞെട്ടിപ്പോവും. ഇവിടുന്ന് സിംഗിളായിട്ട് പോയി പഠിച്ചതിന് ശേഷം ഒരു വിവാഹം ചെയ്യിക്കുന്ന ഒരു ഫാമിലിക്ക് ഈ ഒരു സാലറിക്ക് എന്താണെങ്കിലും അവിടെ ജീവിച്ചു പോകാൻ പറ്റത്തില്ല. ദാറ്റ് മീൻസ് ഇവിടുന്ന് പോകുന്ന കുട്ടികളൊക്കെ കല്യാണം കഴിച്ച് അല്ലെങ്കിൽ ഒരു ഫാമിലിയായി കുട്ടികളായി കഴിഞ്ഞ ശേഷം വളരെ ബുദ്ധിമുട്ടിലായിരിക്കും അവരോട് ജീവിക്കുന്ന എന്ന് ഇതിലൂടെ മനസ്സിലാക്കാൻ സാധിക്കുന്നു. ശരിയാണോ? അത് നമുക്ക് ഏതായാലും തീർച്ചയാണ്. കാരണം ഇപ്പോൾ നടക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, പല രാജ്യങ്ങളിലും അത് പല രീതിയിലാണെങ്കിൽ തന്നെയും ഇപ്പോൾ നമ്മൾ എടുക്കുമ്പോൾ കാലിഫോർണിയ നമ്മളൊരു എക്സാമ്പിളായിട്ട് പറഞ്ഞു. അവിടെ പോയി വളരെ ബുദ്ധിമുട്ടായിട്ട് അവിടെ നിന്ന് മാറി ടെക്സസിലേക്ക് പോകുന്ന മലയാളികളെ നമ്മൾ കണ്ടിട്ടുണ്ട്. എനിക്ക് അറിയാവുന്നവർ ഒരുപാട് പേരുണ്ട്. ഹൂസ്റ്റണിലും ഡാലസിലും ഒക്കെ മാറി മാറി നിൽക്കുന്നവരുണ്ട്. അതിൽ തന്നെ ഓൺലൈൻ വർക്ക് ചെയ്യുന്ന ആളുകൾ സാൻ ആന്റോണിയോയിലോട്ട് മൂവ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ കാരണം കൂടെ എന്താണെന്ന് നമ്മൾ ചിന്തിക്കണം. ചില സ്ഥലങ്ങളിൽ 100% പറ്റില്ല. കുടുംബമായിട്ട് അങ്ങനെ ജീവിക്കാൻ, ചിലവുകൾ മീറ്റ് ചെയ്യാൻ നമുക്ക് പറ്റില്ല. ക്രെഡിറ്റ് കാർഡിലെ ഡെപ്റ്റ് കൂടി വരുന്നു, അത് അടയ്ക്കാൻ പറ്റാതെ വരുന്നു. അങ്ങനെയുള്ളതിൽ തന്നെ വളരെ ചുരുക്കം പേരേ ഉള്ളൂ ഇത് ചിന്തിച്ച് ആലോചിച്ച് കണ്ടുപിടിച്ച് ജീവിതം രക്ഷപ്പെടുത്തുന്നവർ. അവർ ചെയ്യുന്ന വഴികളാണ് നിങ്ങളുടെ മുൻപിൽ ഇപ്പോൾ കാണുന്നത്. ടെക്സസ് എന്ന് പറഞ്ഞ സ്ഥലത്ത് വരുമ്പോൾ ശരിയാണ്, ശമ്പളം ഒരു പൊടി കുറവാണ്. അതേ ഏജ് ഗ്രൂപ്പിൻ്റെ തന്നെ നിങ്ങൾക്ക് എക്സാമ്പിൾ കാണിക്കുകയാണ്. കാരണം നിങ്ങൾ കാണുന്നതിൽ
നാളെ നിങ്ങൾ പോകാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ, അല്ല നിങ്ങളുടെ മാതാപിതാക്കളാണ് എങ്കിൽ, നിങ്ങളത് നോക്കുമ്പോൾ ചിന്തിക്കേണ്ട കാര്യം ഇതാണ്. അവിടെ പോയാൽ റെൻറ്റ് കുറവാണ്, യൂട്ടിലിറ്റീസ് കുറവാണ്, ടോട്ടൽ എക്സ്പെൻസ് കുറവാണ്. എന്ന് വെച്ചാൽ അവിടുത്തെ ഹയസ്റ്റ് സാലറിയും ഇവിടുത്തെ ഹയസ്റ്റ് സാലറിയും കമ്പയർ ചെയ്താൽ, ഇപ്പോൾ കാലിഫോർണിയൻ ടെക്സസിൻ്റെ ഒരു കമ്പാരിസൺ ആണ് നിങ്ങളുടെ മുമ്പിലുള്ളത്. ഇവിടെ നിൽക്കുന്നവരെ സംബന്ധിച്ച് പട്ടിണിയും കിടക്കണ്ട, നാട്ടിലെ ലോണും അടയ്ക്കാൻ പറ്റും. അപ്പോൾ ആദ്യത്തെ നിങ്ങളുടെ ഉത്തരവാദിത്തം നിർവഹിക്കാം. 2, അവിടെ ഒരു കല്യാണം കഴിക്കുകയാണെങ്കിൽ മിക്കവാറും ഉള്ളവരൊക്കെ ജോലിയുള്ള ഒരു പാർട്ട്ണർ തന്നെയാണ് ആഗ്രഹിക്കുന്നത്. അതിൽ ചിലർ ലിറ്ററലി മിൽക്കിംഗ് ദ കൗ ആയിട്ട് വരെ വരുന്നുണ്ട്. ഇപ്പം എനിക്ക് ശമ്പളം കുറവാ, അപ്പോൾ ഈ ഫീൽഡിലുള്ള ഒരാളെ കെട്ടി അവർക്ക് ശമ്പളം കൂടുതലാ, ജോലി സാധ്യത നല്ലതാ എന്ന് പറഞ്ഞാൽ ആ ഫീൽഡിലുള്ള കല്യാണം കഴിക്കുന്നവരുമുണ്ട് ഒരുപാട്. അപ്പോൾ അതിൻ്റെ ഒരു മെയിൻ റീസൺ അവരത് കഴിഞ്ഞ് ഏത് ഏരിയയിലോട്ട് അവരെ കൊണ്ടുപോകണോ എന്ന് ചിന്തിക്കുന്നവരെ നമ്മുടെ നാട്ടിലും അത് ശരിയാണ്. നഴ്സുമാരെ കെട്ടി വെളിയിൽ ചാടിക്കാൻ നിൽക്കുന്നവരാണ് കൂടുതൽ. അവിടെയുള്ള അൺഎംപ്ലോയ്മെന്റ് റേറ്റ്, അവിടുത്തെ അൺഎംപ്ലോയ്മെന്റ് റേറ്റ് അവർ റിപ്പോർട്ട് ചെയ്യുന്നതിൽ തന്നെ ഒരു മായയാണ്. ഇന്ന് ഒരു അൺഎംപ്ലോയ്മെന്റ് റേറ്റ് ജോബ്ലെസ് ക്ലെയിം അവർ റിപ്പോർട്ട് ചെയ്തിട്ട് 2 മാസം കഴിയുമ്പോൾ അത് തിരുത്തും. ഇത് ലാസ്റ്റ് ഒരു 8 മാസമായിട്ട് സ്ഥിരം നടക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ പറയുന്ന പോലെ മഴ പെയ്യാതിരിക്കുക എന്ന് പറയുന്ന പോലെ ഇത് കൂടാതിരിക്കുക എന്നുള്ളതാണ്. പക്ഷേ ശരിക്കുമുള്ള കണക്കുകളിൽ നമ്മൾ നോക്കിയാൽ അൺഎംപ്ലോയ്മെന്റ് റേറ്റ് 1% കൂടുമ്പോൾ ആയിരക്കണക്കിന് ആളുകളാണ് ആത്മഹത്യ ചെയ്യുന്നത് US ഒരു രാജ്യത്ത്. കാരണം ഇതാണ് റെന്റ്, പേചെക്ക് ടു പേചെക്ക് ആണ്, സേവിങ്സ് ഇല്ല. ആവറേജ് സേവിങ് ഓഫ് ആൻ അമേരിക്കൻ എന്ന് പറയുന്നത് $500 താഴെയാണ്. അതുകൊണ്ട് അവിടെ ചായ കുടിക്കാൻ പോലും പറ്റില്ല. നമ്മുടെ കുട്ടികൾ പഠിക്കുന്ന കോഴ്സ് എന്താ പഠിക്കുന്നത്, അതിനനുസരിച്ചുള്ള ജോലിയാണോ ചെയ്യുന്നത്, അതോ മറ്റെന്തെങ്കിലും ജോലിയാണോ അവരവിടെ ചെയ്യുന്നത് ഇതിന് ശേഷം? അത് ഇപ്പോൾ ഏത് രാജ്യം എടുത്താലും വ്യത്യാസമാണ്. എന്നാൽ തന്നെയും ഇൻ ജനറലായിട്ട് എല്ലായിടത്തും ചേരുന്ന ഒരു കാര്യമുണ്ട്. 90% ആൾക്കാരും പഠിച്ച ഫീൽഡിലല്ല ജോലി ചെയ്യുന്നത്. പഠിച്ച ഫീൽഡിൽ ജോലി ചെയ്യുന്നവർ ആ ഫീൽഡിലെ ശമ്പളം കുറവായതുകൊണ്ട് അതിനോടൊപ്പം തന്നെ വേറെ 2-3 പണിയും കൂടെ ചെയ്യുന്നവരുണ്ട്. ഓക്കെ. ഈ ഇവിടുത്തെ കുട്ടികൾ വലിയ രാജ്യങ്ങളിൽ പോയി പഠിക്കാൻ പോകുന്നത് ഇവിടുത്തെ ജോലി സാധ്യത കുറഞ്ഞത് കൊണ്ടാണോ, ഇന്ത്യയിലെ ജോലി സാധ്യത കുറഞ്ഞത് കൊണ്ടാണോ? ആണ്, ഒരു രീതിയിൽ പറഞ്ഞാൽ നമ്മുടെ ഇവിടെ നിൽക്കുമ്പോൾ നമ്മുടെ ലൈഫ് സ്റ്റാൻഡേർഡ് എന്നുള്ളത് അത്ര രസകരമല്ല എന്ന് ചിന്തിക്കാം. ഫ്രീഡം, അതെ, ഒന്ന് ഫ്രീഡമാണ്, നമ്മുടെ കൾച്ചറാണ്, റെസ്ട്രിക്ഷൻ ആയിട്ട് പലർക്കും തോന്നാം. പക്ഷേ അവിടെ ചെന്ന് കഴിയുമ്പോൾ ഫ്രീഡം മാത്രമേ ഉള്ളൂ, ഫൈനാൻഷ്യൽ ബേർഡൻ ആണ്. കൾച്ചർ കച്ചറയാ, അതുകളാ. നമ്മുടെ രീതിയിൽ നമ്മുടെ മാതാപിതാക്കളെ ഗുരുക്കന്മാരെ നമ്മൾ നോക്കിക്കണ്ട് വളർന്ന ഒരു രീതിയിൽ നിന്ന് വളരെ വ്യത്യാസമായിട്ടുള്ളതാണ്. നമ്മളെ പഠിപ്പിക്കുന്ന നമ്മുടെ പ്രൊഫസറെ പേര് വിളിക്കുന്ന ഒരു കൾച്ചറാണ്. നമ്മൾ മാതാപിതാ ഗുരു ദൈവം എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റിൽ നിന്ന് വാടാ പോടാ എന്ന രീതിയിലേക്ക് മാറുന്ന രീതിയാണ്. അവർക്കത് നോർമലാണ്, അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, അവർക്കത് നോർമലാണ്. ഇപ്പോൾ അവിടെ പുതിയ ഇലക്ഷനൊക്കെ കഴിഞ്ഞു, പുതിയ ഭരണം വരികയാണ്. എന്തൊക്കെ ചേഞ്ചാണ് താങ്കൾ? നമ്മളിപ്പോൾ ഇവിടെ നിന്ന് അങ്ങോട്ട് പോകാൻ ചിന്തിക്കുന്ന ഒരു കുട്ടിയാണെങ്കിൽ, അല്ലെ മക്കളെ അങ്ങോട്ട് വിടാൻ ഉദ്ദേശിക്കുന്ന പാരൻസ് ആണെങ്കിൽ വളരെ അധികം ആലോചിച്ച് വേണം US വിടാൻ. നിങ്ങളുടെ കുട്ടി എക്സെപ്ഷണൽ ടാലന്റഡ് എന്ന കാറ്റഗറിയിൽ പെടുന്നതാണെങ്കിൽ ധൈര്യമായിട്ട് പോയിക്കോട്ടെ. സ്കോളർഷിപ്പിലാണെങ്കിൽ ധൈര്യമായിട്ട് പോയിക്കോട്ടെ. കാരണം ഇപ്പോൾ വരാൻ പോകുന്ന പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുതിയ ഭരണകൂടം ആ രാജ്യത്തെ വികസിപ്പിക്കാൻ ആഗ്രഹിക്കുന്നവരാണ്. അവരുടെ സ്വന്തം സിറ്റിസൻസിന് നല്ലത് വരണമെന്ന് ചിന്തിക്കുന്നതാണ്. എല്ലാ ഭരണാധികാരികളും അങ്ങനെ ആവട്ടെ. പക്ഷേ അതിൽ പ്രശ്നം എന്താ, അങ്ങനെ ചെയ്യണമെങ്കിൽ ഇല്ലീഗലായി അവിടെ ഇരിക്കുന്നവരെയൊക്കെ ആദ്യം ചവിട്ടി പുറത്താക്കണം, ആവശ്യമില്ലാത്തവരെയൊക്കെ ചവിട്ടി പുറത്താക്കണം. ഇപ്പം ഇങ്ങനെയുള്ള രാജ്യങ്ങളിൽ ഇപ്പോൾ കാനഡയൊക്കെ എടുത്താൽ വെറുതെ കുട്ടികളെ ഉണ്ടാക്കി ജീവിക്കുന്ന ആളുകളുണ്ട്. ഒരു കുട്ടിക്ക് $600-800 ഗവൺമെന്റ് കൊടുക്കും. ഒന്ന് ആലോചിച്ച് നോക്കൂ. അപ്പോൾ 6-7 കുട്ടികളുള്ള ഒരുത്തനെ സംബന്ധിച്ച് ഡോക്ടറെക്കാളി ശമ്പളമാണ്. അപ്പോൾ ഇതൊരു ബിസിനസ് ആക്കിയിരിക്കുന്ന ആളുകളുണ്ട്. നമ്മൾ ന്യൂസിലൊക്കെ കണ്ടിട്ടുണ്ട്. ഈ പറഞ്ഞ ഓസ്ട്രേലിയയിലോ UK ഒക്കെ 7-8 കുട്ടികൾ. ഞങ്ങൾ നാട്ടിലേക്ക് വരുമ്പോൾ ഞങ്ങളുടെ ഫ്രണ്ടിൽ ചെക്ക് ഇൻ ചെയ്യാനിരുന്ന ഫാമിലി 7 കുട്ടികളും അച്ഛനും അമ്മയാണ്. അപ്പോൾ അച്ഛനും അമ്മയ്ക്കും അൺഎംപ്ലോയ്മെന്റ് ബെനിഫിറ്റ്, 7 കുട്ടികൾക്ക് സെപ്പറേറ്റും, ആ കുട്ടികളെ നോക്കുന്നതിന് അമ്മയ്ക്ക് സെപ്പറേറ്റുമാണ്. ആ ഹബേഷ് ബലേ ബേഷ്. ബട്ട് എന്ന് വെച്ചാൽ ഇത് ചില രാജ്യങ്ങളും ചില ജാതി മതങ്ങളും ഉള്ളവർ മാത്രമേ ആ കാറ്റഗറിയിൽ മാക്സിമം വരുന്നുള്ളൂ. കാരണം ബാക്കിയുള്ളവർക്ക് അത്രയും കല്യാണം കഴിക്കാനോ അത്രയും കുട്ടികൾ ഒന്നും പോസിബിൾ അല്ല. അപ്പൊ നമുക്കൊക്കെ ഇപ്പൊ നോക്കുകയാണെങ്കിൽ മെജോറിറ്റി 1-2 കുട്ടികളിൽ കൂടുതൽ വരുന്നില്ല. അപ്പോൾ കോമൺ ആയിട്ട് നമ്മൾ നോക്കേണ്ടതെന്ന് പറഞ്ഞാൽ അധ്വാനിക്കുന്നവനെ പുഷ് ചെയ്യുകയാണെങ്കിൽ നല്ലതാ, അവൻ കൂടുതൽ അധ്വാനിക്കും.
ഇത് അതിനു പകരം നിങ്ങൾ കുട്ടികളെ ഉണ്ടാക്കൂ, വീട്ടിൽ വെറുതെ ഇരിക്കൂ, ഞങ്ങൾ പൈസ തരാമെന്ന് പറയുമ്പോൾ അങ്ങനെയുള്ള സ്റ്റേറ്റുകളിലേക്ക് പോകുന്ന ആളുകൾ പണിയെടുത്ത് ജീവിക്കാൻ പോകുന്നവരല്ല. അല്ല. അല്ല, ഇങ്ങനെയുള്ള നിയമം യുഎസിലുണ്ടോ അതോ? അയ്യോ, എന്തൊരു ചോദ്യമാണ്. നമുക്കിപ്പോൾ അതിനൊരു എക്സാമ്പിളായിട്ട് കാണിക്കാൻ പറ്റിയ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ US-ലെ കാലിഫോർണിയ ഏറ്റവും കൂടുതൽ ഇന്ത്യൻസ് പോകുന്ന സ്ഥലത്തെ റിയാലിറ്റിയാണ്. അവിടെ നമ്മൾ കാണേണ്ട കാര്യം ഇപ്പോൾ നിങ്ങളുടെ സ്ക്രീനിലേക്ക് വരുന്നതെന്ന് പറഞ്ഞാൽ അവിടുത്തെ ഗവൺമെന്റിന്റെ നയങ്ങളാണ്. ഈ ഹോംലെസ്നെസ് അവിടെ വരുന്നത് എന്തുകൊണ്ടാണ്? ഈ ഇരിക്കുന്ന ഗവർണർ ന്യൂസം എന്ന് പറയും, ഗവർണർ ന്യൂസം, ഇദ്ദേഹം കഴിഞ്ഞ 10-15 വർഷമായിട്ട് അവിടെ പറയുന്ന കാര്യം ഇതാ, കാലിഫോർണിയയിലെ ഹോംലെസ്നെസ് ഞങ്ങൾ നീക്കം ചെയ്യുന്നതാണ്, ഇത്ര മില്യൺ അതിന് അനുവദിച്ചു. പണിയെടുക്കാതെ വെറുതെ ഇരിക്കുന്നതിന് നിങ്ങൾ ഭക്ഷണം കൊടുത്താൽ അവൻ അവിടെ തന്നെ ഇരുന്ന് കഴിച്ച് അവിടെ തന്നെ കിടക്കും, രക്ഷപ്പെടാൻ ചിന്തിക്കുകയില്ല. അപ്പോൾ മീൻ പിടിക്കാനുള്ള വല വാങ്ങിച്ചു കൊടുക്കുന്നതും ഇന്നൊരു മീൻ കൊടുക്കുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട്. അത് സോഷ്യലിസ്റ്റുകാർക്ക് പറഞ്ഞാൽ മനസ്സിലാവാൻ വളരെ ബുദ്ധിമുട്ടാണ്. ബട്ട് നോക്കൂ, അതിന് തൊട്ട ഇപ്പുറത്ത് ഒരു ക്യാപിറ്റലിസ്റ്റ് ഇലോൺ മസ്ക് എന്ന് പറഞ്ഞ ആള് ആ ഗവർണർ തന്നെ ഒരു ന്യൂസ് റീട്വീറ്റ് ചെയ്തേക്കുവാണ്. അപ്പോൾ അവിടെ എന്താ പറയുന്നത്? ഇല്ലീഗൽസിന് 150,000 ലോൺ കൊടുക്കും. ഒന്ന് ആലോചിച്ച് നോക്കൂ, നമ്മുടെ രാജ്യത്ത് ഇല്ലീഗലായിട്ടൊരു വിസ പോലും ഇല്ലാതെ വന്നവന് അങ്ങോട്ട് വെറുതെ പൈസ കൊടുക്കുമെന്ന്. അധ്വാനിക്കുന്നവന് കൊടുക്കുന്നില്ല. അവിടെ ലീഗലായി വന്ന് അധ്വാനിക്കുന്നവന് കിട്ടാത്ത കാര്യങ്ങൾ മറ്റവർക്ക് കൊടുക്കുന്നു. അപ്പൊ ഇത് എവിടുന്നാ കൊടുക്കുന്നത്? ടാക്സ് കൊടുക്കുന്നുണ്ട്. അവനെ പിഴിഞ്ഞേച്ച്, പണിയെടുക്കുന്നവനെ പിഴിഞ്ഞേച്ച് വെറുതെ ഇരിക്കുന്നവന് കൊടുക്കുക. അത് നല്ലൊരു നയമായിട്ട് എനിക്ക് തോന്നുന്നില്ല. മേ ബി എന്റെ കുഴപ്പമായിരിക്കാം. ബട്ട് പലരും ചിന്തിക്കുന്നുണ്ട്, അവിടെ അധ്വാനിച്ച് ജോലി ചെയ്യുന്നവരെല്ലാം ചിന്തിക്കുന്ന കാര്യമാണ്. അതൊരു സത്യാവസ്ഥയാണ്. നമ്മൾ പണിയെടുത്ത് ജീവിക്കുമ്പോൾ അത് ചിന്തിക്കും. കാരണം അത് ഇലോൺ മസ്കിനെ പോലെ ഒരാളെ ഹൈലൈറ്റ് ചെയ്യുന്ന അവർക്ക് ഓൾറെഡി മെഡിക്കൽ വരെ ഫ്രീ ആണ്. അമേരിക്കയിലെ മെഡിക്കൽ ഇത്രയും എക്സ്പെൻസീവ് ആയിട്ട് ഇരിക്കുമ്പോൾ അവർക്കത് ഫ്രീ ആണ്. അപ്പൊ എന്താ നമ്മൾ ലോകത്തോട് പറയുന്നത്? അന്നത്തെ ലീഡേഴ്സ്, ഇല്ലീഗൽസ് എല്ലാം ഇങ്ങോട്ട് വരൂ, ഞങ്ങളെല്ലാം ഫ്രീ ആയിട്ട് പ്രൊവൈഡ് ചെയ്യുന്നു. അപ്പോൾ ഇതുകൊണ്ടാണ് അവിടുത്തെ ക്രൈം റേറ്റ് മുകളിൽ പോകുന്നത്. ഇന്ത്യക്കാരെ അങ്ങോട്ട് പോകുമ്പോൾ ചിന്തിക്കേണ്ടത്, കുടുംബവും കുട്ടികളും ഒക്കെ ആയിട്ട് പോകുമ്പോൾ സേഫ്റ്റി ഒരു പ്രശ്നമാണ്. റീസെന്റ് നമ്മൾ കണ്ടു എക്സഡസ് ഫ്രം കാലിഫോർണിയ. കാശുള്ളവന്മാർ മുഴുവൻ കാലിഫോർണിയയിൽ നിന്ന് വെളിയിലേക്ക് പോയി. നിങ്ങൾ അതിന്റെ ചാർട്ട് എടുത്ത് വെച്ച് നോക്കണം. കാലിഫോർണിയയിൽ നിന്ന് മറ്റ് സ്റ്റേറ്റിലേക്ക് പോയതിന്റെ ഫ്ലോ ഞെട്ടിപ്പോവും. ടെക്സസ്, ഫ്ലോറിഡ, ജോർജിയ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലേക്ക് അവിടുന്ന് പോയ ആളുകൾ ലോഡ് കണക്കിനാണ്. കാശുള്ളവർ മുഴുവൻ പോയി എന്ന് വേണേൽ പറയാം. ഈയിടെ മാവേലിക്കര ഉള്ള ഒരു പയ്യനെ അവിടെ വെടിവെച്ച് കൊന്നായിരുന്നു. കഴിഞ്ഞ ആഴ്ചയായിരുന്നു അതിന്റെ പുനർ. അല്ല, വെളിരാജ്യത്ത് പോയി വെടി കൊണ്ട് മരിക്കുക, കത്തികുത്തുവേറ്റ് മരിക്കുക എന്നുള്ളത് ഇന്ത്യയിൽ ഇനി ഒരു സ്ഥിരം ന്യൂസായി മാറും. കാരണം അത്രയും അധികം ഇന്ത്യക്കാര് UK-യിലും അമേരിക്കയിലും യൂറോപ്പിന്റെ പല ഭാഗങ്ങളിലും ഒക്കെ ആയിട്ട് എത്തിയിട്ടുണ്ട്. അവിടെ മുഴുവൻ ഈ അസൈലം സീക്കേഴ്സ് ആണ്. അവര് വരുന്നതിൽ നമുക്ക് യാതൊരു പ്രശ്നവുമില്ല. അവിടെ വന്ന് അധ്വാനിച്ച് നമ്മളെപ്പോലെ ജീവിക്കാൻ തുനിയുന്നവരാണെങ്കിൽ അതിനു പകരം ഹോംലെസ് ആയി, ഡ്രഗ് അഡിക്റ്റ് ആയി, ബാക്കിയുള്ളവർക്ക് ഒരു ന്യൂസൻസ് ആയി വരുന്നത് പ്രശ്നമാണ്. അപ്പൊ ഇവിടെ നിന്ന് നമ്മുടെ കുട്ടികളെ നമ്മൾ വിടുമ്പോൾ ആ വിടുന്ന രാജ്യത്ത് ഈ പ്രശ്നങ്ങൾ, ആ വിടുന്ന സ്ഥലത്ത് ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടോ എന്ന് ചിന്തിക്കണം. ഇപ്പൊ നിങ്ങൾ പറയണോ ഈ നിങ്ങൾ പറഞ്ഞു വരുന്ന രീതിയിലാണ് എങ്ങും പോകാൻ പാടില്ല എന്നാണോ? അല്ല, 100% അല്ല. US-ൽ തന്നെ നിങ്ങൾക്ക് പോകാൻ പറ്റിയ സ്ഥലങ്ങളുണ്ട്, ഇച്ചിരി കൂടെ സേഫ് ആയിട്ടുള്ള, ഇച്ചിരി കൂടെ ചെലവ് കുറഞ്ഞിട്ടുള്ള സ്ഥലങ്ങളുണ്ട്. പക്ഷെ അത് നിങ്ങളുടെ ഫീൽഡിന് കൂടെ അനുയോജ്യമാണോ എന്ന് നോക്കണം. നിങ്ങളൊരു IT പ്രൊഫഷണൽ ആണെങ്കിൽ നിങ്ങൾക്ക് പ്രിസൈസ്ലി സാൻ ഫ്രാൻസിസ്കോ പോലുള്ള ടെക് ഹബ്ബുകളാണ് നല്ലത്. പെട്രോളിയം ബേസ്ഡ് ആണെങ്കിൽ ഹ്യൂസ്റ്റൺ അല്ലെ ടെക്സസ് ഫോക്കസ് ചെയ്യുന്നതാണ് നല്ലത്. അപ്പൊ നിങ്ങളുടെ ഫീൽഡിനനുസരിച്ച് വേണം നിങ്ങൾ തീരുമാനമെടുക്കാൻ. ഇപ്പൊ നമ്മുടെ നാട്ടിൽ കാണുന്നത് സ്ഥലത്തിനനുസരിച്ചാണ് ഫീൽഡ് തീരുമാനിക്കുന്നത്. ഒന്ന് ആലോചിക്കുക, നമ്മുടെ ഏജൻസികൾ ഈ നേരത്തെ പറഞ്ഞ എക്സാമ്പിളുള്ള ഒരു കുട്ടി കാനഡയിലേക്ക് വന്ന് അവിടെ ഇറങ്ങി കഴിയുമ്പോഴാണ് സ്വന്തം കോഴ്സ് ഇവരെ ചോദ്യം ചോദിക്കുമല്ലോ എന്ന് കണ്ട് നോക്കുന്നത്, ഏതാ എൻ്റെ കോഴ്സ് എന്ന്. അതുപോലും അറിയില്ല, ഏജൻസി എടുത്ത് കൊടുത്തു കയറി പോവാ. അതാ പ്രശ്നം. ഇതുകൊണ്ട് ഭാവി എന്ത് ഗുണമുണ്ടാകുമെന്ന് പോലും അവർ ചിന്തിക്കുന്നില്ല. അപ്പോൾ യഥാർത്ഥമായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് പോകണമെങ്കിൽ പോകാം. സ്കോളർഷിപ്പുകൾ കിട്ടുന്ന രാജ്യങ്ങൾ കണ്ടുപിടിക്കണം. ഏത് രാജ്യത്ത് ഏത് ജോലിയാണ് ഡിമാൻഡിലുള്ളതെന്ന് കണ്ടുപിടിക്കണം. നിങ്ങൾക്കത് താല്പര്യമുണ്ടോ എന്ന് കൂടെ ഉറപ്പുവരുത്തണം. പിന്നീട് കാലാവസ്ഥ നോക്കണം. തണുപ്പ് പറ്റാത്ത ഒരാളെ സംബന്ധിച്ച് -20 പോയി നിങ്ങൾ പണിയെടുക്കാൻ പോകുന്നില്ല. അപ്പോൾ കടം കയറി നിങ്ങളുടെ വീടും സ്ഥലവും ബാങ്ക് കൊണ്ടുപോകുന്നതിലും നിങ്ങളുടെ മാതാപിതാക്കളെ റോഡിലേക്ക് ഇറക്കി വിടുന്നതിലും ഏറ്റവും നല്ലത് ആലോചിച്ച് ചിന്തിച്ച് ഭാവി സുരക്ഷിതം ആക്കുന്നതാണ്.